Dear students, welcome to Learner's World. In this video, I'm going to talk about exam-oriented 3-mark questions. Part 1, Foundations of Literary Theory, FUGP, Semester 5, B English Language and Literature, Calicut University. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേണിൽ ഫസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് 3 മാർക്കിന് എഴുതാനുള്ള 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയറും സിഗ്നിഫൈഡും നിർവചിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡ് ഡി സൊഷൂർ, എ സിഗ്നിഫയർ ഈസ് എ സൗണ്ട്, വേർഡ് ഓർ സിമ്പിൾ, while the signified is the idea or concept it represents. Together they form a linguistic sign. ഫെർഡിനാൻഡ് ഡി സൊഷൂറിൻ്റെ അഭിപ്രായത്തിൽ സിഗ്നിഫയർ എന്നത് ഒരു വാക്ക്, ശബ്ദം, സൈൻസ്, അതായത് ചിഹ്നങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നതാണ്. സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രീ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗണ്ട്, ട്രീ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട്, അതിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ്, അതായത് ആ ട്രീ എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്ന അതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം. ട്രീ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ആശയം എന്തായിരിക്കും? ട്രീ എന്ന് പറഞ്ഞാൽ കുറേ ചില്ലകളൊക്കെ ഉള്ള ഒരു മരം, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ചില്ലകളും ഇലകളൊക്കെ പച്ച, അങ്ങനെയുള്ള ആ ഒരു ഇമേജ്, അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ചേർന്നാണ് ലിംഗ്വിസ്റ്റിക് സൈന് രൂപപ്പെടുന്നത്. വാട്ട് ഈസ് മെറ്റോണിമി? Metonymy is a figure of speech in which one word is used to represent another closely related thing. For example, the White House stands for the US government. Metonymy എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധമുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ദ വൈറ്റ് ഹൗസ് സ്റ്റാൻഡ് ഫോർ ദ US ഗവൺമെൻറ്. വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഇഡ് ഇൻ ഫ്രോയിഡിയൻ തിയറി. ഫ്രോയിഡിയൻ തിയറിയിലെ ഇഡ് വിശദീകരിക്കാനാണ്. ദ ഇഡ് ഈസ് ദ അൺകോൺഷ്യസ് പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് കണ്ടെയ്ൻ ബേസിക് ഇൻസ്റ്റിങ്ക്ട്സ് ആൻഡ് ഡിസയേഴ്സ്. ഇറ്റ് ഫോളോസ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സീക്സ് ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഇഡ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ അബോധമായിട്ടുള്ള ഭാഗമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രേരണകളും ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, അതായത് ഉടൻ സംതൃപ്തി നേടാൻ ശ്രമിക്കുന്നുണ്ട്. ഡിഫൈൻ ലിവ്ഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനോമിനോളജി. ഫിനോമിനോളജിയിലെ ലിവ്ഡ് എക്സ്പീരിയൻസ് നിർവചിക്കുക. ലിവ്ഡ് എക്സ്പീരിയൻസ് റെഫേഴ്സ് ടു ഹൗ പീപ്പിൾ ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ദ വേൾഡ് ത്രൂ ദെയർ ഓൺ കോൺഷ്യസ്നെസ്. ഫിനോമിനോളജി സ്റ്റഡീസ് ദി എക്സ്പീരിയൻസസ് വിത്തൗട്ട് പേഴ്സണൽ ബയാസ്. ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ലോകത്തെ നേരിട്ട് അനുഭവിക്കുന്ന രീതിയാണ്. ഫിനോമിനോളജി വ്യക്തിപരമായ മുൻവിധികളില്ലാതെ ഈ അനുഭവങ്ങളെ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ക്ലാസ് സ്ട്രഗിൾ? ക്ലാസ് സ്ട്രഗിൾ എന്താണ്? ക്ലാസ് സ്ട്രഗിൾ ഈസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, എസ്പെഷ്യലി ദ ബുർഷ്വാസി, ദാറ്റ് ഈസ് ക്യാപിറ്റലിസ്റ്റ്, ആൻഡ് ദ proletariat, that is workers. Karl Marx believed it is the driving force of history. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ വിവിധ വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. പ്രത്യേകിച്ച് ബുർഷ്വാസി എന്ന് പറയുന്നത് മുതലാളി വർഗവും പ്രൊളിറ്റേറിയറ്റ് എന്ന് പറയുന്നത് തൊഴിലാളി വർഗവുമാണ്. ഇവ തമ്മിലുള്ള ഒരു സംഘർഷം, ഒരു പോരാട്ടമാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. കാൾ മാർക്സ് ഇതാണ് ചരിത്രത്തിൻ്റെ പ്രധാന ഒരു ജാലകശക്തി എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ പാട്രിയാർക്കി. പുരുഷാധിപത്യം എന്താണെന്ന് വിശദീകരിക്കുക. Patriarchy is a social system in which men hold power and dominate women in family and society. Feminism challenges patriarchy and demands gender equality. പാട്രിയാർക്കി എന്നത് പുരുഷ ആധിപത്യം. പുരുഷന്മാർ കുടുംബത്തിലും സമൂഹത്തിലും അധികാരം കൈവശം വെക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണിത്. ഫെമിനിസം ഈ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ലിംഗസമത്വം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ജെൻഡർ ഈക്വാലിറ്റി. Define interpellation. Interpellation is a concept by Louis Althusser. It explains how ideology influences people to accept social roles and identities. Interpellation എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ലൂയി അൽത്യൂസർ ആണ് അവതരിപ്പിച്ചത്. ആശയ
അതായത് ഐഡിയോളജി ആളുകളെ ചില സാമൂഹിക വേഷങ്ങളും വ്യക്തിത്വങ്ങളും സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഡീകൺസ്ട്രക്ഷൻ? Deconstruction is a method developed by Jacques Derrida. It shows that meanings in a text are unstable and that there is no single fixed interpretation. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ജാക്ക് ഡെറീഡ അവതരിപ്പിച്ച ഒരു വിമർശന രീതിയാണ്. ഒരു വർക്കിന്, ഒരു ലിറ്റററി ടെക്സ്റ്റിന് ഒരൊറ്റ സ്ഥിരമായ അർത്ഥമില്ലെന്നും അർത്ഥം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് റീഡറുടെ കൾച്ചർ, ലാംഗ്വേജ്, അതുപോലെ എല്ലാം അത് ഇതിന് ഡിപ്പെൻഡഡ് ആണ്. അതിനനുസരിച്ച് ആ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ മീനിങ്ങിൽ ഡിഫറൻസസ്, മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ സിമിലാക്ര. Simulacra is a concept by Jean Baudrillard. It refers to copies or images that replace reality, making it difficult to distinguish between reality and imitation. സിമിലാക്ര എന്ന് പറയുന്നത് ജീൻ ബോട്ടിലാർഡാണ് അവതരിപ്പിച്ചത്. അതായത് റിയാലിറ്റിനെ മാറ്റിയിട്ട് സ്ഥാപിക്കുന്ന, അതായത് ചിത്രങ്ങൾ, ഇമേജസ്, കോപ്പീസ് ഓർ ഇമേജസ്, അതിനെ റിയാലിറ്റിയുമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ആണ് ഈ ഒരു സിമുലാക്ര എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു റിയൽ ലൈഫ്, അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു കൃത്രിമമായിട്ടുള്ള ലൈഫ് കണ്ടിട്ട് അതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി, ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ജീവിതമാണ് റിയാലിറ്റി, യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിയൽ ലൈഫിനെ റീപ്ലേസ് ചെയ്യാണ് ആ ഒരു ഇമേജുമായിട്ട്, ആ ഒരു സോഷ്യൽ മീഡിയ ഇമേജുമായിട്ട്. ഇതുമൂലം യാഥാർത്ഥ്യവും ഇമിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രയാസമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഡിഫൈൻ ഹൈബ്രിഡിറ്റി. Hybridity is a concept by Homike Bhabha. It refers to the mixing of different cultures creating new identities in post-colonial societies. ഹൈബ്രിഡിറ്റി എന്ന ആശയം ഹോമിക്കെ ബാബ അവതരിപ്പിച്ചതാണ്. കോളനിവൽക്കരണത്തിന് ശേഷം വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് പുതിയ ഒരു സാംസ്കാരിക വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തുന്ന അവസ്ഥയാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബൈനറി ഒപ്പോസിഷൻ? Binary opposition means two opposite ideas such as male or female or speech or writing. Derrida argued that these oppositions are not fixed and can be questioned. ബൈനറി ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ഒപ്പോസിഷൻസ്, വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആണ് അല്ലെങ്കിൽ പെണ്ണ്, മെയിൽ ഓർ ഫീമെയിൽ, നന്മ ഓർ തിന്മ, സംസാരം ഓർ എഴുത്ത് പോലുള്ള പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങളെയാണത് സൂചിപ്പിക്കുന്നത്. ജാക്സ് ഡെറിഡയുടെ അഭിപ്രായത്തിൽ ഈ ഒപ്പോസിഷൻസ് സ്ഥിരമല്ല, ബൈനറി ഒപ്പോസിഷൻസ് സ്ഥിരമല്ല, അവയെ ചോദ്യം ചെയ്യാനും പുനർവായിക്കാനൊക്കെ കഴിയും എന്നാണ് പറയുന്നത്. ഡിഫൈൻ ലിറ്റററിനെസ്. Literaryness is the quality that makes a text literary. According to the Russian formalists, it is created through special use of language and literary techniques. ലിറ്റററിനെസ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തെ സാഹിത്യകൃതിയാക്കുന്ന ഒരു പ്രത്യേക ഗുണത്തെയാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. റഷ്യൻ ഫോർമലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ പ്രത്യേക ഭാഷാ പ്രയോഗങ്ങളും സാഹിത്യ സങ്കേതങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. Explain mirror stage. The mirror stage proposed by Jacques Lacan is when a child recognizes its reflection and develops a sense of self. This identity is based on an external image and is never fully complete. മിറർ സ്റ്റേജ് എന്ന് പറയുന്നത് ജാക്സ് ലേക്കാൻ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണ്. ഒരു കുട്ടി കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തിരിച്ചറിഞ്ഞ് ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു പീരീഡാണിത്. എന്നാൽ ഈ ഒരു വ്യക്തിത്വം പൂർണ്ണമല്ല, അല്ലെങ്കിൽ അതിനൊരു സ്ഥിരത ഇല്ല, നോട്ട് ഫുള്ളി കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഇൻറ്റൻഷനാലിറ്റി? Intentionality is a concept in phenomenology. It means that consciousness is always directed toward an object, thought or experience. ഇൻറ്റൻഷനാലിറ്റി എന്നത് ഫിനോമിനോളജിയിലെ പ്രധാന ആശയമാണ്. മനുഷ്യബോധം എപ്പോഴും ഒരു വസ്തുവിലേക്കോ ചിന്തയിലേക്കോ അനുഭവത്തിലേക്കോ ഒക്കെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് മനുഷ്യരെപ്പോഴും എന്തിനേലും കുറിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും അതിലേക്ക് എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതായത് ഇപ്പോൾ മനുഷ്യന് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ട് പേടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ്
ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. ഡിഫൈൻ ബേസ് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. In Marxism, the base is the economic system, while the superstructure includes politics, law, religion, education, and culture. The base influences the superstructure. മാർക്സിസത്തിലെ ബേസ് എന്നത് സമൂഹത്തിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്, ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെയാണ് പറയുന്നത്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയം, നിയമം, മതം, വിദ്യാഭ്യാസം എന്നിവയാണ്. ബേസാണ് സൂപ്പർ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്നത്.